പിന്നെ എന്നെ തളച്ചിട്ടിരിക്കുന്ന എന്താണെന്നറിയോ? എന്നെ തളച്ചിട്ട് എന്താണെന്നറിയോ? ചിരിയ. അയ്യോ, നിങ്ങളിവിടെ ഇരിക്കായിരുന്നു, ഞാൻ അറിഞ്ഞില്ല കേട്ടോ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഇവിടെ ഇരിക്കേ, പറയട്ടെ. നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം പറ. ഇത് നമ്മുടെ സ്വകാര്യ നിമിഷമല്ലേ? ചേട്ടൻ സൈഡിലൊന്നും പോയില്ലേ? ഓ പോയി. അവിടെ എങ്ങനെ നിന്നാ മതിയായിരുന്നു, ഇങ്ങോട്ട് വരണ്ടായിരുന്നു. പിന്നെ എന്ത് പെട്ടെന്ന് വന്നെന്ത്? എനിക്ക് പെൻഡിങ് വർക്ക് ഉണ്ടടാ, നിന്റെ പണി നടക്കിട്ട്. ശ്രീ ചേട്ടൻ പിന്നെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം നീലു എന്തോന്ന് ശ്രീ ചേട്ടൻ ഇരിക്കണ കണ്ടില്ലേ? അളി എന്നെ ഒരുപാട് ഇട്ട് ചുറ്റിച്ചിട്ടുള്ളത് ചുമ്മാ വട്ടളക്കിയതല്ലേ. അളി വട്ടളാണ് കാണണോ? ഇതാ കൂടെ നിൽക്കണം. അങ്ങനെയാണെങ്കിൽ അയ്യേ അല്ല, സൈറ്റിലപ്പോ വെച്ചപ്പോഴാണ് ആലോചിച്ചത്. ഒരു ബില്ല് മറന്നു ഇവിടെ വെച്ചിരുന്ന്, പെട്ടെന്ന് എടുക്കാൻ വേണ്ടി വന്നു. അന്ന് കണ്ട കാഴ്ചയെ എന്തൊക്കെ കോപ്രയത്തിനാണ് കാണിച്ചു കൂട്ടുന്നത്, എനിക്ക് പറയാൻ പറ്റില്ല. എന്താ അച്ഛാ, ഇപ്പൊ ഞാൻ എന്തോ വെച്ചാൽ അച്ഛനെ ആട്ടിയിടുക കേട്ടോ. കുറച്ച് കാശ് കയ്യിൽ വന്നപ്പോ അഹങ്കാരം അല്ലേ? ശരിയാക്കി തരാം, വരുമല്ലോ. ചേച്ചി മീൻ കറി ശരിയാ ചേച്ചി? ആയിക്കൊണ്ടിരിക്കണ്ട. ഗൗരി അത്ര മോശമൊന്നുമല്ല. ചിക്കൻ കറി ഫിഷ് കറി ഒക്കെ ഉണ്ടാക്കും അല്ലേ ഗൗരി? ഒരു ദിവസം ചിക്കൻ കറി ഉണ്ടാക്ക്. ഉണ്ടാക്കാം. ഗൗരിയമ്മായി സ്പെഷ്യലൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഞാനും ഒന്ന് എന്റെ സഹായങ്ങളൊക്കെ അല്ല അമ്മേ? അപ്പൊ പിന്നെ കൊളോയി കിട്ടും. എന്താണ് ഇവിടെ മീൻകറിയുടെ കാര്യമൊക്കെ സംസാരിക്കണത്? ഒന്നല്ല ഗുഹവായ അമ്മ. ആ രാവിലെ കിട്ടിയതിന്റെ ബാലൻസ് വേണോ? എനിക്ക് എനിക്ക് പോണ സൈറ്റ് പോണം, പണിയുണ്ട്. ഇവിടെ ഒന്ന് കോപ്രയത്തിനും കാണാൻ എനിക്ക് വയ്യ. ഗൗരി, എന്താ ശ്രീയേട്ടാ? നമുക്ക് ഉടനെ പടവലത്തോട്ട് പോകണം. ഒരു പ്രത്യേകതരം ഫീലാണ് അവിടെ. പുഴ, കാറ്റ്, നമ്മൾ അറിയാതെ അങ്ങ് ഉറങ്ങിപ്പോ. വരണം കേട്ടാ, ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. കാട്ടിത്തരണേ, ഞാൻ കാണിച്ചു തരാം. ഉണ്ടല്ലേ? ഓ കൊണ്ട് ചെല്ല്, ചെല്ല്. അവിടെ പറമ്പൊക്കെ ചുറ്റിടന്ന് കാണ്. അവിടെ വാഴക്കുഴിയും തെങ്ങും കുഴിയൊക്കെ എടുത്തിട്ടുണ്ട്. കുഴിച്ചൊക്കെ നടക്കണം. ഇവിടെ അല്ലേ ഭാര്യ ഭർത്താവും കൂടെ. പിന്നെ രാവിലെയൊക്കെ നടക്കാനൊക്കെ പോകണമെങ്കിലേ ആറ്റിൻ്റെ അരിയത്തൂടെ നടക്കണ്ട. അവിടെയാണ് രാവിലെ ആൾക്കാർ വന്ന് ഇരുന്നിട്ടൊക്കെ പോണത്. എന്ത് കൂടെ പറയും എങ്ങനെ പലതൊക്കെ പറയും. ഞാനേ അവിടെ ജാമ്പൊക്കെ ഉണ്ട്. അമ്മ, മാമനും മമ്മ എന്തൊരു പൊളി കപ്പളാണല്ലേ. മാമന്റെ സെലക്ഷൻ കിട്ടില്ലെന്ന് തന്നെ. രണ്ട് പാത്രം വലിയ ആരൊന്നും വേണ്ട. നിനക്ക് എന്തിന്റെ ചൊറിച്ചില്ല? ചൊറിച്ചിൽ എനിക്കല്ല കേട്ടാ, ചൊറിച്ചിൽ എനിക്കല്ല, നിന്റെ അനിയന്. ഇറങ്ങിപ്പോയി. ഞങ്ങള് പോവില്ല. നിന്റെ അനിയല്ലേ, അവ എന്താണ് കാണിക്കണേ? അവൻ എന്ത് കാണിച്ചു? എന്തൊക്കെ എനിക്കൊന്ന് പറയാം. അത് പോട്ടെ, അവന് ബോധമില്ല. വന്നിങ്ങനെ കൊച്ചിനെങ്കിലും ബോധം വേണ്ടി. അതല്ലേ ചോദിച്ചത്, അവരെന്ത് കാണിച്ചത്? എന്റെ കാര്യം ഞാൻ പറയണില്ല. അല്ല, അവൻ നേരത്തെ ഇവിടെ നിന്ന് എൻ്റെ കൈ കൂടെ തോളിൽ കൂടെ ഇങ്ങനെ കൈയിട്ടിട്ട് പടവലത്തെ കാറ്റിനെ പറ്റിയും പറമ്പിനെ പറ്റിയും തെങ്ങിൻ്റെയും തേങ്ങിനെ പറ്റിയൊക്കെ പറഞ്ഞില്ല. അത് പോട്ടെ, അവൻ്റെ ആരെയും അളിയനില്ലേ, അവൻ്റെ ഭാര്യ ഒന്നുമില്ലല്ലേ. കൈ തോളിൽ കൂടെ ഇട്ടിട്ട് ഒരുമാതിരി വല്ലാത്തൊരു തടവൽ ഇങ്ങനെ. വല്ലാത്ത തടവിൽ എന്തിനാ തടവണം? എനിക്ക് എങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല. ഒരു വൃത്തി. ഞാൻ ചോദിക്കട്ടാ, അവൻ ഇത്ര ഇളക്കം തടി? ആ ചെറുപ്പം, നിങ്ങളെ പോയ കളവനല്ല. കളവനല്ലേ? രേഖ